റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിലെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ രണ്ട് ശാഖകളിൽ ഒരു ശാഖയാണ് റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്, മറ്റൊന്ന് വേ ഓപ്റ്റിക്സ് ആണ്. ഈ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റിന്റെ പ്രോപ്പർട്ടിയെ പറ്റിയും ലൈറ്റിന്റെ സോഴ്സിനെ പറ്റിയും ലൈറ്റിന്റെ എഫക്റ്റിനെ പറ്റിയും നമുക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്ന ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സിന്റെ രണ്ട് ശാഖകളാണ് റേ ഓപ്റ്റിക്സും വേ ഓപ്റ്റിക്സും. അതിൽ റേ ഓപ്റ്റിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം റേ ഓപ്റ്റിക്സ് എന്ന് നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കുക, റേ ഓപ്റ്റിക്സ് എന്നൊരു ഹെഡിങ് കൊടുക്കുക, റേ ഓപ്റ്റിക്സ് എന്ന ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒപ്റ്റിക്സ് എന്താണെന്ന് എഴുതാം, ഒപ്റ്റിക്സിന്റെ രണ്ട് ശാഖകളെ പറ്റി എഴുതാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. എന്നിട്ട് ഒപ്റ്റിക്സ് എന്ന് എഴുതിക്കുക. ഒപ്റ്റിക്സ് എന്താണ് ഒപ്റ്റിക്സ്? ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a branch of physics which deals with the source properties and effect of light. ശരിക്കും ഒപ്റ്റിക്സിന് രണ്ട് ശാഖകളുണ്ട്. ഒന്ന് റേ ഒപ്റ്റിക്സും ഒന്ന് വേവ് ഒപ്റ്റിക്സും. അതിൽ റേ ഒപ്റ്റിക്സിൽ നമുക്ക് രണ്ട് പ്രോസസ്സുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് റിഫ്ലക്ഷനും ഒന്ന് റിഫ്രാക്ഷനും. വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും പഠിക്കാനുണ്ട്. കാരണം വേവിനും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ലൈറ്റിനെ റേ ആയിട്ട് കൺസിഡർ ചെയ്യാം, ലൈറ്റിനെ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അവിടെ റിഫ്ലക്ഷൻ പഠിക്കാനുണ്ട്, അടുത്ത ചാപ്റ്റർ ആണ്. റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഡിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഇന്റർഫെറൻസ് പഠിക്കാനുണ്ട്, പിന്നെ പോളറൈസേഷൻ. അത് പഠിക്കാനില്ല പോളറൈസേഷൻ, എന്നാലും ഞാൻ ആ ലൈറ്റിന്റെ വേവ് സ്വഭാവം വെച്ചിട്ട് പഠിക്കുന്ന ഒരു പ്രോസസ്സാണ് അത്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളേ, എഴുതണം നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ റേ ഒപ്റ്റിക്സ് ആണ്. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റേ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ലൈറ്റിന്റെ ജോമെട്രിയെയാണ് നമ്മൾ ഈ റേ ഒപ്റ്റിക്സിനകത്ത് കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഡീൽസ് വിത്ത് ദ ജോമെട്രി ഓഫ് ലൈറ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമുക്കറിയാം ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ and the direction in which light ray propagate is called ray of light. ലൈറ്റ് പോകുന്ന ഡയറക്ഷനെയാണ് നമ്മൾ റേ ഓഫ് ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ ലൈറ്റിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കാരണം ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് വരുന്നതാണ് ലൈറ്റ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 3 to 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് 4000 ആംസ്ട്രോം തൊട്ട് 7700 ആംസ്ട്രോം വരെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ചുമ്മാ ചവറ് പോലെ കുറെ ഇൻട്രൊഡക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് ഒന്നും പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ലൈറ്റിന്റെ രണ്ട് സ്വഭാവത്തെ പറ്റിയാണ് നമുക്ക് റേ ഒപ്റ്റിക്സിനകത്ത് പഠിക്കാനുള്ളത് പറഞ്ഞു തരുന്നല്ലോ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. കുഞ്ഞുങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് പവർ സപ്ലൈയുടെ ഒരു ഇഷ്യൂ ഇടയ്ക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാമേ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇൻവേർട്ടറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻവേർട്ടറും ഫംഗ്ഷൻ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ക്ലാസ് ഇതായാലും ഞാനത് എടുക്കാം.
ഞാൻ എൻ്റെ ഫോൺ കണക്ട് ചെയ്തിട്ട് എടുക്കാം. മൺഡേ മുതൽ അതിൻ്റെ ആ പ്രോബ്ലത്തിന് ഇതാവേ. കാരണം വൈകിട്ടൊക്കെ ഇപ്പം കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതാണ്. കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന് നമുക്ക് അറിയാലോ, ലൈറ്റ് ഒരു സ്മൂത്ത് സർഫസിൽ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ എന്താണ് ബൗൺസ് ബാക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് sending back of light ray when falls on a smooth surface. ഒരു സ്മൂത്ത് സർഫസിൽ വന്നിട്ട് ലൈറ്റ് റേ വന്ന് വീഴുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ ബൗൺസ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സെൻഡ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്മൂത്ത് സർഫസ് പലതുണ്ട്. നമുക്ക് പഠിക്കാനുള്ള സ്മൂത്ത് സർഫസ് രണ്ടെണ്ണമാണ്. ഒന്ന് എന്താണെന്നറിയാമോ, പ്ലെയിൻ മിറർ, രണ്ട് സ്ഫെറിക്കൽ മിറർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് സ്മൂത്ത് സർഫസ് രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്ന് പ്ലെയിൻ മിറർ, ഒന്ന് സ്ഫെറിക്കൽ മിറർ. പ്ലെയിൻ മിററും സ്ഫെറിക്കൽ മിററും. അതിൽ നമ്മൾ ആദ്യം, ഇതൊക്കെ നിങ്ങൾ 10 പഠിച്ചാണ് കേട്ടോ. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റേ by a plane mirror. Reflection of light ray by a plane mirror. അപ്പോൾ നമുക്കറിയാം പ്ലെയിൻ മിറർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാമായിരിക്കും. കാരണം അത് ഒരു എന്താണ്, ഒരു പ്ലെയിൻ മിറർ. ഇപ്പം എനിക്ക് പുറത്തെ ഭാഗം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു പ്ലെയിൻ മിററാണ്. അതിന്റെ ഒരു ഭാഗം സിൽവർ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതൊരു പ്ലെയിൻ മിററായിട്ട് മാറി. പ്ലെയിൻ മിറർ അതുകൊണ്ട് ആ കോർണറിൽ ഇരിപ്പുണ്ടതുകൊണ്ട് ആ കോർണറിൽ ഒരു പ്ലെയിൻ മിററാണ് ഇരിക്കുന്നത്. ഓക്കെ, അല്ലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് പ്ലെയിൻ മിററാണ്. ഓക്കെ, അപ്പോൾ ആ പ്ലെയിൻ മിററിൽ നടക്കുന്ന റിഫ്ലക്ഷൻ എങ്ങനെയാണെന്നും അതിനകത്തുണ്ടാകുന്ന ഇമേജിന്റെ നേച്ചർ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അത് ഒന്നുകൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ആ പടം വരയ്ക്കാം. നോക്കിയോ, നമ്മളൊരു പ്ലെയിൻ മിറർ വരയ്ക്കുകയാണ്. പ്ലെയിൻ മിറർ വരയ്ക്കാൻ വേണ്ടി ഒരു പ്ലെയിൻ ഗ്ലാസ് തന്നെ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ മുടിനാല് പോലെ ഇങ്ങനെ വരച്ചാൽ മതി. അത് എന്താണെന്ന് പറയുക, സിൽവർ പോളിഷ്ഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു സൈഡ്. അങ്ങനെ ഒരു ലൈറ്റ് റേ ഒബ്ലീക്ക് ആയിട്ട് വന്ന് വീണാൽ, ഒബ്ലീക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തവന്റെ കോപ്പി അടിക്കുന്ന പോലെ, ടീച്ചർ ഉള്ള സമയത്ത് തൊട്ടടുത്തവന്റെ കോപ്പി അടിക്കുന്ന എങ്ങനെയായിരിക്കും, ഇങ്ങനെ കണ്ണേറ് കണ്ടിട്ട് നോക്കിയിട്ടാണ് അല്ലേ, അതാണ് ഒബ്ലീക്ക്. അതുപോലെ ലൈറ്റ് റേ അങ്ങനെ വന്ന് വീഴുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കിയോ, ഈ വന്ന് വീഴുന്ന ഈ ലൈറ്റ് റേനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കുന്നു. ആ വന്ന് വീഴുന്ന ഈ പോയിന്റ് ശ്രദ്ധിച്ചോ, ഈ പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നു. ഇനിയും ഒരാളെ കൂടെ വരയ്ക്കാതെ ഇതിന് റിഫ്ലക്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ആളുടെ പേര് നോർമൽ ആണ്, ഇമാജിനറി കൺസെപ്റ്റ് ആണ്. അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ആലോചിച്ചോണം. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് റിഫ്ലക്ഷൻ ആണെങ്കിലും റിഫ്രാക്ഷൻ ആണെങ്കിലും പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്, പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്നായിരിക്കും നമ്മൾ പെർപെൻഡിക്കുലർ നോർമൽ വരയ്ക്കുന്നത്. ഓക്കെ, എങ്ങനെ വരയ്ക്കണം, സർഫസ് എങ്ങനെയാണോ, അതായത് ലൈറ്റ് റേ വന്ന് വീഴുന്ന സർഫസ് എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഇങ്ങനെ നോർമൽ കാണാം. അതായത് സർഫസ് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുന്നത്, ലൈറ്റ് റേ ഇങ്ങനെ വന്ന് വീഴുവാണ്, അപ്പം പോയി നോർമൽ ഇങ്ങനെ വരയ്ക്കില്ല, അങ്ങനല്ല വരയ്ക്കുന്നത്. നോർമൽ എപ്പോഴും ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ. സർഫസ് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് നമ്മുടെ മിറർ. ലൈറ്റ് റേ തന്നെ ഇങ്ങനെ വന്ന് വീഴുക, ഇവിടെ വന്ന് വീഴുന്നത് ഇതാ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇതിന് നോർമൽ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് സർഫസ് അതുള്ളതുകൊണ്ട് നോർമൽ ഇങ്ങനെ വേണം വരയ്ക്കാൻ. നോർമൽ എപ്പോഴും പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നിന്ന് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഓക്കെ, അങ്ങനെ ലൈറ്റ് റേ അങ്ങനെ വന്ന് വീണു. എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ ഈ നോർമലിന്റെയും ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഇടയ്ക്ക് നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിളിന്റെ പേര് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് റിഫ്ലക്ട് ചെയ്യുന്ന പോകുന്നത്. ആരോ കൃത്യമായിട്ട് കാണിക്കണം, അല്ലെങ്കിൽ തെറ്റാണ്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ഇൻസിഡന്റ് റേയുടെ നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇൻസിഡന്റ് റേയുടെ നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോലെ റിഫ്ലക്റ്റഡ് റേയുടെയും നോർമലിന്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ. അപ്പൊ എന്തായാലും ഈ പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് അതായത് സ്മൂത്ത് സർഫസിൽ നടക്കുന്ന ഇമേജിനെല്ലാം നേച്ചർ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ എന്താണെന്നുള്ളതാണ് അടുത്ത് പഠിക്കേണ്ടത്. അതിനു മുമ്പ് ഞാൻ ലോ ഓഫ് റിഫ്ലക്ഷൻ ഇതിനകത്ത് എഴുതുവാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം കൂടെ എഴുതിയിട്ടൊക്കെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതിക്കൂ. വാട്ട് ഹാപ്പൻസ് if a light ray travels normal to a surface, normal to അല്ലെങ്കിൽ ലൈറ്റ് റേ ഇൻസിഡന്റ് നോർമൽ, ലൈറ്റ് റേ ട്രാവൽസ് വേണ്ട, ലൈറ്റ് റേ ഇൻസിഡന്റ് നോർമൽ ടു പ്ലെയിൻ മിറർ ആൻഡ് വൈ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു പ്ലെയിൻ മിററിൽ ഒരു ലൈറ്റ് റേ നോർമൽ ആയിട്ട് വന്നു വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഒരു പ്ലെയിൻ മിററിൽ കൃത്യം നോർമൽ ആയിട്ട് വന്നു വീണു. ഇതാണല്ലോ നമ്മുടെ ഇൻസിഡന്റ് റേ. അപ്പം ഈ പോയിന്റിനെയാണല്ലോ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോർമൽ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. നോർമൽ എങ്ങനെ കൺസിഡർ ചെയ്യും? ആ സർഫസിന് ആ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ തന്നെ കൺസിഡർ ചെയ്യും. ഇതായിരിക്കും എന്ത്? അതിന്റെ നോർമൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? നോർമലിന്റെയും ഇൻസിഡന്റ് റേയുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നോർമലും ഇൻസിഡന്റ് റേയും ഒരേ ലൈനാണ്. അപ്പം അവിടത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ ഒബ്വിയസ്ലി ലോ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ പഠിപ്പിച്ചില്ല. ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 തന്നെ ആയിരിക്കും. അപ്പം ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലൈറ്റ് റേ ഇവിടെ വന്നിട്ട് വന്ന വഴി തന്നെ എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. അപ്പം നോർമലും റിഫ്ലക്ടറുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എത്ര തന്നെ? ആംഗിൾ R എത്ര? 0 ആണ്. അപ്പൊ ഇവിടെ ആംഗിൾ I = 0 ആണ്, ആംഗിൾ R = 0 ആണ്. Therefore it retraces its path. എന്ന് എഴുതാനായിട്ട് സാധിക്കും. വന്ന വഴി തിരിച്ചു. ഇതൊക്കെ 10ൽ എന്റെയൊക്കെ പഠിച്ച കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അന്ന്. അത് ഏതോ ഒരു സെറ്റിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇനി ലോ ഓഫ് റിഫ്ലക്ഷൻ ഒരു ഹെഡിങ് കൊടുക്കുക. ലോ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ? അതായത് എന്ത് നടക്കണമെങ്കിലും, ഇപ്പം നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കണമെങ്കിലും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു നിയമം പാലിച്ചേ പറ്റും. അതേപോലെ തന്നെ ഫിസിക്സിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റൂൾ ഉണ്ട്. അതുപോലെ റിഫ്ലക്ഷനും ഒരു ലോ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ലോ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ റൂൾ പറയുന്നത് ഇൻസിഡന്റ് റേ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ all lie on the same plane. ഒരേ പ്ലെയിനിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? അവര് നിൽക്കുന്നത്. അല്ലാതെ ഇൻസിഡന്റ് റേ ഒരു പ്ലെയിനിൽ വന്നു, നോർമൽ വേറൊരു പ്ലെയിനിൽ വന്നു, റിഫ്ലക്റ്റഡ് റേ വേറൊരു പ്ലെയിനിൽ പോയി, അങ്ങനെയല്ല. ഒരേ പ്ലെയിനിലായിരിക്കും, ഒരേ സർഫസിൽ
അതായത് നിങ്ങൾ ഇൻസിഡന്റ് റേ ഒരു പേപ്പറെ വരച്ചു കഴിഞ്ഞാൽ ആ പേപ്പറെ തന്നെ ആയിരിക്കും നോർമലും റിഫ്ലക്റ്റഡ് റേ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരേ പ്ലെയിനിലായിരിക്കും. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. നേച്ചർ ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജിന്റെ നേച്ചർ എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതാണ്, നേരത്തെ പഠിച്ചതാണ്. അപ്പൊ അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇമേജ് ഈസ് virtual and erect. നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയിട്ട് നിങ്ങളെ മുഖം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമേജ് പതിയുന്നത് ആ കണ്ണാടിയുടെ ഉള്ളിലാണ്. അതിനെ നിങ്ങൾക്ക് തൊട്ടു നോക്കാനോ അങ്ങനെയുള്ള ഒരു സംഭവം നടക്കത്തില്ല. അങ്ങനെ ഉണ്ടാവുന്ന, അതായത് ലെൻസ് ഇപ്പം റിഫ്രാക്ഷൻ ആണെങ്കിൽ ലെൻസിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ്, ലെൻസിനകത്തൂടെ നോക്കുമ്പോൾ ഫോം ചെയ്യുന്ന ഇമേജിനെയോ അല്ലെങ്കിൽ മിറർ ആകുമ്പോൾ മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജിനെയോ ആണ് നമ്മൾ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നിങ്ങളൊരു കോൺവെക്സ് മിററാണ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ മിററിനകത്തല്ലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. പകരം ആ മിററിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ നിൽക്കുന്ന സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സ്ക്രീൻ വെക്കുവാണെങ്കിൽ ആ സ്ക്രീനിലായിരിക്കും നിങ്ങളുടെ ഇമേജ് പതിയുന്നത്. ആ ഇമേജിനെ നിങ്ങൾക്ക് തൊട്ട് നോക്കാനൊക്കെ പറ്റും. ഓക്കെ, സ്പർശിക്കാനൊക്കെ പറ്റും. അപ്പൊ അത് റിയൽ ഇമേജ് ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്ക്രീനിൽ പതിയുന്ന ഇമേജുകളെ റിയൽ ഇമേജ് എന്നും സ്ക്രീനിൽ പതിയാത്ത ഇമേജുകളെ വെർച്വൽ ഇമേജ് എന്നുമാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങളുടെ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് നിങ്ങൾ പോയി മുഖം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ തല മുകളിലും കാല് താഴെയാണല്ലോ ഒബ്ജക്റ്റിന്റെ ഇരിക്കുന്നത്. ആ ഇമേജിന്റെ അതേപോലെ തന്നെയല്ലേ, തല മുകളിലും കാല് താഴെയല്ലേ. എന്നാൽ കോൺവെക്സ് മിറർ ആകുമ്പോഴത്തേക്കും അത് സ്ക്രീനിൽ ഒബ്റ്റൈൻ ചെയ്യുന്നത് തല തിരിഞ്ഞായിരിക്കും ഫോം ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൽ ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് എന്റെ ഇമേജ് നിങ്ങളുടെ കണ്ണിൽ തല തിരിഞ്ഞാണ് പതിയുന്നത്. കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ ഇരിക്കുന്നത്, ഇൻവെർട്ടഡ് ഇമേജ് ആയിരിക്കും പതിയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കൺസെപ്റ്റ് വെർച്വൽ ഇറക്റ്റ്. സൈസ് സെയിം ആണ് ഇല്ലേ? നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിക്കകത്ത് പോയി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ തല വലുതായോ അല്ലെ തല ചെറുതായോ ഒന്നും അല്ലല്ലോ കാണുന്നത്, ഒരേ സൈസിലല്ലേ കാണുന്നത്. എന്നാൽ കോൺവെക്സിലോ കോൺകേവിലോ ഒക്കെ വരുന്ന സമയത്ത് കോൺകേവി വരുന്ന സമയത്ത് വളരെ ചെറുതാവുകയും കോൺവെക്സ് വരുന്ന സമയത്ത് പൊസിഷൻ അനുസരിച്ച് വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് ഇമേജ് സൈസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. അതേപോലെ തന്നെ മൂന്നാമത്തേത്, നമ്മൾ നിൽക്കുന്ന പൊസിഷനും മിററും തമ്മിലുള്ള ദൂരം തന്നെയായിരിക്കും മിറർ നിൽക്കുന്ന പൊസിഷനും മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് തമ്മിലുള്ള ദൂരം. അത് നമുക്ക് മാനുവലി അളക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം മിറർ, ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം മിറർ ആണ്. ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം മിറർ എന്താ തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഫ്രം മിറർ is equal to distance of object from mirror. അതേപോലെ തന്നെ നാലാമത്തേത് ലാറ്ററൽ ഇൻവെർഷൻ ഉണ്ടാവും. അതായത് തലയും കാലും ആ ഡയറക്ഷൻ, അതായത്
വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഇൻവേർഷൻ ഉണ്ടാകത്തില്ല, പക്ഷെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇൻവേർഷൻ ഉണ്ട്. അതായത് നിങ്ങൾ പോയിട്ട് കണ്ണാടി പോയിട്ട് വലത് കൈ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടത് കൈ പൊക്കുന്ന ഫീൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമത്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇമേജ്, സോറി, ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് എന്ന് എഴുതാം. ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. ലാറ്ററലി ഇൻവേർട്ടഡ്. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നമ്മുടെ പ്ലെയിൻ മിററിന്റെ കൺസെപ്റ്റ്. ഇനി നമ്മൾ സ്പെരിക്കൽ മിററിലേക്ക് പോവാണ്. അതിന്റെ റേ ഡയഗ്രാം ഒന്നും ഞാൻ വരച്ചു പഠിപ്പിക്കുന്നില്ല, പക്ഷെ റേ ഡയഗ്രാം നിങ്ങൾ 8 എണ്ണം ഉണ്ട്. കോൺവെക്സിന്റെ 6 എണ്ണവും കോൺകേവിന്റെ 2 എണ്ണവും ഇതെനിക്ക് വരച്ചിട്ട് എനിക്ക് അയച്ചു തരാം. നിങ്ങളുടെ നോട്ടിനകത്ത് ഞാൻ എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വരച്ചിട്ട് അയച്ചു തരാം. ഞാൻ അതിന്റെ കൺസെപ്റ്റ് എല്ലാം ഇപ്പം പറഞ്ഞുതരാം. അപ്പം നോക്കിക്കോളൂ, സ്പെരിക്കൽ മിറേഴ്സ്. അടുത്ത ഹെഡിങ് സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ മിറർ. സ്പെരിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. ഇപ്പൊ നമ്മൾ സാധാരണ എന്റെ പുറകെ ഇരിക്കുന്ന ജനറൽ പ്ലെയിൻ ഗ്ലാസ് ആണെന്ന് പറഞ്ഞു. അത്രയും തന്നെ വട്ടത്തിൽ അകം പൊള്ളയായിട്ടുള്ള, അകത്തൂടെ നോക്കിയാൽ പുറത്ത് കാണാവുന്നതും പുറത്തു നോക്കിയാൽ അകത്തോട്ട് കാണാവുന്നതുമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പോലെ ഇരിക്കുന്ന ഗ്ലാസ് എടുക്കുക. അതിനെന്തായാലും ഒരു സെന്റർ കാണുമല്ലോ. ഓക്കെ, അതിനെന്താ അതിന്റെ ഇത്രയും പീസ് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നോക്കി, അങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു സർഫസ് അല്ലേ കിട്ടുന്നത്, അല്ലെ? ഈ സർഫസിന്റെ പുറം സൈഡ് സിൽവർ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ അകത്തുനിന്ന് നടക്കും. ഇനി അകം സൈഡാണ് സിൽവർ പോളിഷ് നടക്കുന്നതെങ്കിൽ റിഫ്ലക്ഷൻ പുറത്തുനിന്ന് നടക്കും. അങ്ങനെ നമുക്ക് സ്പെരിക്കൽ മിറർ 2 ടൈപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് കോൺകേവ്, കോൺവെക്സ്. അതും നിങ്ങളെ കഴിഞ്ഞ വർഷം 10-ലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് എഴുതാം. അത് സ്പെരിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് എഴുതിക്കോ, ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. സ്പെരിക്കൽ മിറർ ഈസ് അല്ല, വേണ്ട, ഇങ്ങനെ എഴുതിക്കോ. സ്പെരിക്കൽ മിറർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 സ്പെരിക്കൽ മിറേഴ്സ്. സ്പെരിക്കൽ വേണ്ട, സ്പെരിക്കൽ മിറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്നെന്ന് എഴുതിയിട്ട് കോൺവെക്സ് മിററും, രണ്ടെന്ന് എഴുതിയിട്ട് കോൺകേവ് മിററും. ഓക്കെ, ഈ കോൺകേവ് മിററിലാണ് 6 ഇമേജ് ഉള്ളത്. കോൺവെക്സ് ഞാൻ നേരത്തെ തിരിച്ചാന്ന് പറയുന്നത്. കോൺകേവിൽ 6 ഇമേജും റേ ഡയഗ്രാമും, മറ്റേതിനകത്ത് 2 റേ ഡയഗ്രാമുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിൽ ആദ്യം ഞാൻ കോൺകേവ് മിററിനെ പറ്റി എഴുതാൻ പോവാണ്. കോൺകേവ് മിററിനെ പറ്റി എഴുതാൻ പോവാണ്. A spherical mirror in which outer curved surface is silvered polished and reflection will takes place from inner surface. എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഇങ്ങനെ ഇരിക്കും. ഞാൻ 3 ഡയമെൻഷനിൽ നേരത്തെ ഇങ്ങനെ വരച്ച് കാണിച്ചെങ്കിലും 3 ഡയമെൻഷനൽ ആയിട്ടൊന്നും അല്ല നമ്മൾ വരയ്ക്കുന്നത്, നമ്മൾ 2 ഡയമെൻഷനൽ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ഔട്ടർ കർവ്ഡ് സർഫസ് സിൽവർ പോളിഷ്ഡ് ആണ്. റിഫ്ലക്ഷൻ നടക്കുന്നത് അകത്തൂടെയാണ്. ഇങ്ങനെ വന്നിട്ട് എങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയും. അടുത്തത് കോൺവെക്സ് മിറർ ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോൺവെക്സ് മിറർ ആണ്. A spherical mirror in which inner curved surface is silvered polished.
and reflection takes place from outer surface. Inner curved surface silvered polished ആണ്, റിഫ്ലക്ഷൻ നടക്കുന്നത് പുറത്തുനിന്നാണ്. ഇങ്ങനെയാണ്. ഇതൊക്കെ നേരത്തെ പഠിച്ചൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനിയും ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പെരിക്കൽ മിറർ ആണ്. ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പെരിക്കൽ മിറർ ആണ്. സ്പെരിക്കൽ മിറർ ആണ്. അത് ഡെഫിനിഷൻ ഒക്കെ തരണോ എന്നുള്ള കാര്യം തന്നെ ഞാനങ്ങ് തരാം അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും തരാം, എഴുതിക്കും. ഒന്ന് സെന്റർ ഓഫ് കർവേച്ചർ. പെട്ടെന്ന് എഴുതണേ, പെട്ടെന്ന് എഴുതി പോവാണ്. സെന്റർ ഓഫ് കർവേച്ചർ the center of the sphere from which mirror is a part. അല്ലെങ്കിൽ mirror forms a part എന്ന് പറയുന്നത്. mirror forms a part. ആ മിറർ ഫോം ചെയ്ത ആ സ്പിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോംസ് എ പാർട്ട്, ഡിനോട്ടഡ് ബൈ സി ആണ്. ബ്രാക്കറ്റ് ഇട്ടാൽ മതി. അടുത്ത രണ്ടാമത്തേത് പോൾ ആണ്. അതും നിങ്ങൾക്കറിയാം. ദ മിഡ് പോയിന്റ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. പി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത് പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പോൾ വിത്ത് സെന്റർ ഓഫ് കർവേച്ചർ. അതേപോലെ തന്നെ നാലാമത്തേത് പ്രിൻസിപ്പൽ ഫോക്കസ്. അത് പ്രിൻസിപ്പൽ ഫോക്കസ് കോൺകേവിന്റെയും കോൺവെക്സിന്റെയും വേറെ രണ്ട് രീതിയിലാണ് എഴുതുന്നത്. അപ്പം ആദ്യം പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. അത് എഴുതേണ്ടത് പാരലൽ റേസ് from a distant object after reflection will meet
at a point on the principal axis. This point is called principal focus of a concave mirror. അഞ്ചാമത്തേത് കൊടുക്കട്ടെ. ഇതിന്റെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. അതും ഈ പറഞ്ഞ പോലെ തന്നെ പാരലൽ റേസ് ഫ്രം എ distant object after reflection it appears to come from a point on the principal axis. This point is called principal focus of a convex mirror. ഇത് അപ്പിയേഴ്സ് ടു, അത് തോന്നല, അത് ആ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു തോന്നല. ശരിക്കും അങ്ങനെയല്ല വരുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു തോന്നല, അപ്പിയേഴ്സ് ആണ്. അതുകൊണ്ടാണ് അത് വെർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത് പറഞ്ഞത്. മിററിനകത്തായിരിക്കും ഫോം ചെയ്യുന്നത് കോൺവെക്സ്. അപ്പൊ അത് ഡൈവേർജിങ് മിററാണ്. മറ്റേ മോളിത്തെ കോൺകേവ് എന്ന് പറയുമ്പോഴത്തേക്കും റിഫ്ലക്ഷൻ കഴിഞ്ഞ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്നു, ഒരു പോയിന്റിലേക്ക് വന്ന് മീറ്റ് ചെയ്യും. അപ്പം അത് കൺവേർജിങ് മിററാണ്. അപ്പൊ ആ മീറ്റ് ചെയ്യുന്ന പോയിന്റും ആ എന്താണ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ദ പോയിന്റ്, ആ പോയിന്റുമാണ് നമ്മൾ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തേത് റേഡിയസ് ഓഫ് കർവേച്ചർ. It is the radius of spherical surface where mirror forms a part. അതായത് സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണല്ലോ മിറർ എടുക്കുന്നത്. അപ്പൊ സ്പിയറിന്റെ റേഡിയസ് തന്നെ ആയിരിക്കും ഈ മിററിന്റെ റേഡിയസ്. ആറാമത്തേത് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ ഫോക്കൽ പോയിന്റ് എന്ന് പറയും. ഇത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഈ ഫോക്കൽ പോയിന്റിനെ അല്ലെ പ്രിൻസിപ്പൽ ഫോക്കസിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ ആ ലെങ്തിനെ നമ്മൾ സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനിയും നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്ന ഒരു റൂൾ ഉണ്ട്. അതൊക്കെ ഓൾറെഡി നമ്മൾ അന്ന് പഠിച്ചാണ്, ഇവിടെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പടത്തിലൂടെ ഒന്ന് കാണിച്ചു തരാം. എന്താണ്
റൂൾസ് ഫോർ ഡ്രോയിങ് റേ ഡയഗ്രാം എന്ന് പറഞ്ഞ ജസ്റ്റ് ആ പടത്തിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്താ റൂൾസ് ഫോർ ഡ്രോയിങ് എന്താ ഡ്രോയിങ് റേ ഡയഗ്രാം. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഒരു 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 കോൺകേവ് മിറർ ആണെങ്കിൽ ആദ്യത്തെ റൂള് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ ഇത് ഫോക്കസ് അതിന്റെ ഇരട്ടി സെന്റർ ഓഫ് കർവേച്ചർ അടിക്കാം. അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കോൺകേവിന്റെ ആണെങ്കിലും അതേപോലെ തന്നെയാണ്. കോൺകേവിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താണ്, പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫോക്കസ് ഇപ്പുറത്തല്ലേ, എന്തായാലും ഇപ്പുറത്തോട്ട് ലൈറ്റ് റേ പോകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എന്താ ഒരു തോന്നലുണ്ടാവും. ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തോന്നലുണ്ടാവും. ഓക്കെ. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാ. അതായത് ഇപ്പൊ പാരലൽ ആയിട്ടുള്ളത് റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫോക്കസിലൂടെ പോയെങ്കിൽ അടുത്തത് ഫോക്കസിലൂടെ പോകുന്ന വിചാരിച്ചു. ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസിലൂടെ ഒരു ലൈറ്റ് റേ പോവുകയാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞ് അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആവുമെന്നാണ് പറയുന്നത്. കോൺകേവിന്റെ കേസിലാണെങ്കിൽ ഫോക്കസ് ഇപ്പുറത്താണ്. അപ്പൊ നമുക്ക് ഫോക്കസിന് നേരെ ഒരു ലൈറ്റ് റേ വരുവാണെങ്കിൽ കണ്ടോ, നേരെ അത് ഇവിടെ വെച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് കണ്ടോ അതിന് പാരലൽ ആവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിന് നേരെയാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ വന്ന വഴി തന്നെ തിരിച്ചു പോകും. അതായത് ഇത് ഫോക്കസ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിന് നേരെയാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഇവിടെ വന്ന് മുട്ടിയാൽ അതെന്ത് ചെയ്യുന്നു, റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഇനി വന്ന വഴി തന്നെ തിരിച്ചു പോകും. കാരണം നോർമലിയാണ്, ഈ പോയിന്റിന്റെ നോർമലി കൂടാണ് ശരിക്കും ഇത് വരുന്നത്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ വെക്സിന്റെ കേസിൽ പറയുന്ന സമയത്ത് നോക്കിയോ, സെന്റർ ഓഫ് കർവേച്ചർ ഇത്, ഫോക്കൽ പോയിന്റ് ഇതാണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്നുണ്ടോ, ഇവിടം വരെ വരുള്ളൂ. പക്ഷെ അതിന് നേരെയാണ്. കാരണം നമുക്കറിയാം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നേരെയാണ്. എന്ത് ചെയ്യും, ഇവിടം വരെ വന്നിട്ട് വന്ന വഴി തിരിച്ചു. സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വന്നു കഴിഞ്ഞാൽ വന്ന വഴി തിരിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത് റിഫ്ലക്ഷൻ വഴി. അതേപോലെ ഒരു റൂളുണ്ട്. അതായത് പോളിലൂടെ ഒരു ലൈറ്റ് റേ വന്നു, അല്ലെങ്കിൽ പോളിൽ ഒരു ലൈറ്റ് റേ വന്ന് വീണാൽ, ഇതാണ് പോളിൽ ഒരു ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ വന്ന് വീണ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത്ര ആംഗിളിൽ തന്നെ എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ചെയ്യും. കാരണം പോളിൽ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ആ പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയായിരിക്കും അതിന്റെ നോർമൽ ആംഗിൾ. അപ്പൊ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മറ്റേതിന്റെ അതേപോലെ തന്നെയാണ്. മറ്റേതിന്റെ എന്ത് തന്നെയാണ്, അതേപോലെ തന്നെയാണ്. പോളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ വന്ന ആംഗിളിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. റൂൾസ് ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം. അതായത് പോള് തൊട്ട് ഫോക്കസ് വരെയുള്ള ദൂരം ഫോക്കൽ ലെങ്തും, പോള് തൊട്ട് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യുവും, പോള് തൊട്ട് ഇമേജ് വരെയുള്ള ദൂരം ഇമേജ് ഡിസ്റ്റൻസ് വിയും. അതേപോലെ തന്നെ സൈൻ കൺവെൻഷൻ നോക്കുവാണെങ്കിൽ പോളിന് ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവും, പോളിന് റൈറ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ്, പോളിന് മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് പോസിറ്റീവ്, പോളിനല്ല പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം പോസിറ്റീവ്, പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവ്. ഇതാണ് സൈൻ കൺവെൻഷൻ. ഇതൊക്കെ അന്ന് പഠിപ്പിച്ചതാണ്, ഇവിടെ തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. അറിയാത്തവർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 10ലെ വീഡിയോ അയച്ചു തരാം, റേ ഡയഗ്രാമിന്റെ അല്ല. അപ്പം ഇത്ര നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം റേ ഡയഗ്രാംസ് ആ 8 എണ്ണം വരയ്ക്കാനായിട്ട്. 8 റേ ഡയഗ്രാം വരയ്ക്കാനായിട്ടുള്ള സ്ഥലം വിട്ടിട്ട് ഒരു ഡെറിവേഷൻ എഴുതി.